ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും പ്രഭാസും ഒരുമിക്കുന്ന ഒരു വമ്പൻ പാൻ ഇന്ത്യൻ സിനിമ. അതിൻ്റെ സംവിധായകൻ ആര് എന്നല്ലേ? സന്ദീപ് റെഡ്ഡി വെങ്ക. ആളെ മനസ്സിലായി കാണും. അർജുൻ റെഡ്ഡി, ആനിമൽ തുടങ്ങിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ വമ്പൻ സിനിമകളുടെ സംവിധായകൻ. ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്ന ഒരു സ്ട്രോങ് ബസ് ഇത് തന്നെയാണ്. മമ്മൂട്ടിയെ സന്ദീപ് റെഡ്ഡി വെങ്ക സ്പിരിറ്റ് എന്ന പുതിയ ചിത്രത്തിലേക്ക് അപ്രോച്ച് ചെയ്തു എന്നൊരു കാര്യമാണ്. എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ തെലുങ്ക്, ഹിന്ദി മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇന്ന് വൈറലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ആനിമൽ പോലെയുള്ള സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന താരങ്ങൾ വില്ലൻ വേഷത്തിലെത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൈഫ് അലി ഖാൻ എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിനകത്തിൽ എടുത്ത് പറയുന്നത്. എന്താണേലും അങ്ങനെ ഒരു സിനിമ വരികയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും. ഇത് ഒരു സ്ട്രോങ് ബസ്സായിട്ട് സ്പിരിറ്റ് എന്ന സിനിമയിലെ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതുതന്നെയാണ്. മമ്മൂട്ടിയെ സന്ദീപ് റെഡ്ഡി വെങ്ക അപ്രോച്ച് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിഗംഭീരം. അതിനിടയിൽ വരുന്ന മറ്റൊരു സംഭവം നമുക്ക് കേൾക്കാൻ കഴിയുന്നു. വേറൊന്നുമല്ല, പ്രഭാസിൻ്റെ അച്ഛൻ വേഷമാണ് മമ്മൂട്ടിയോട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം രൺബീർ കപൂർ അന്ന് നായകനായി എത്തിയ സിനിമ 800 കോടിക്ക് മുകളിലായിരുന്നു ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിയെ പോലെ ഒരു നടൻ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അങ്ങനെ ഒരു അച്ഛൻ വേഷത്തിന്, വെറുതെ ഉള്ള ഒരു അച്ഛൻ വേഷത്തിന് പോയി നിൽക്കില്ല എന്നുള്ളത്. ഒന്നെങ്കിൽ അമ്മാതിരി അഭിനയിച്ച് തകർക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും മകനായിരിക്കും സ്റ്റാർ, അല്ലെങ്കിൽ അതിലെ മെയിൻ താരം മമ്മൂട്ടി തന്നെയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾ ചെയ്യാറുള്ളൂ. അല്ലാതെ തോന്നുംപടി പോയി അച്ഛൻ വേഷം ചെയ്ത് വരേണ്ട കാര്യങ്ങളില്ല. കാരണം മമ്മൂട്ടി എന്ന നടൻ ഇന്ന് ഒരു പ്രശസ്തിക്ക് വേണ്ടി നടക്കുന്ന നടനല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്റ്റ്. കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് തായം കളിച്ചാൽ മതി ലോകമെമ്പാടും അറിയാൻ. അതുതന്നെയാണ് കഴിഞ്ഞ 4-5 വർഷമായി കാണുന്നത്. ഓരോ സിനിമയും, ഹിന്ദി സിനിമ ഉൾപ്പെടെ ഇംഗ്ലീഷ് സിനിമ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്യുന്നു ഈ ഒരു നടനെക്കുറിച്ച്. ആ ഒരു കാലത്ത് അദ്ദേഹത്തിന് വെറുതെ ഒരു വേഷത്തിലേക്ക് പോകണ്ട. എന്താണേലും ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്നു. ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ്ങിൽ മമ്മൂട്ടി നിൽക്കുന്നു. ഒപ്പം ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്താൽ പോലും ഇത് ടോപ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മികച്ച ഒരു വേഷമാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഗംഭീരമാകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊന്ന് പറയാം. ഇങ്ങനെ ഒരു ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കുമോ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ മികച്ചതാണെങ്കിൽ അഭിനയിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരിക്കലും കൺഫേംഡ് ആയിട്ടുള്ളതല്ല, പക്ഷേ തീർച്ചയായും ഒരു സ്ട്രോങ് ബസ് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്നു എന്നുള്ളതാണ്. മലയാളം വെർഷനല്ല, ഇന്ത്യൻ വെർഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയുള്ള ഒരു ഇളക്കി മറിക്കൽ എന്നുള്ളത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഷെയർ ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.